ഹലോ മൈ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ്, പൈനാപ്പിൾ പുഡിംഗ്. നല്ല ടേസ്റ്റുള്ള പുഡിംഗ് ആണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പുഡിംഗ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പൈനാപ്പിളാണ് ആഡ് ചെയ്യുന്നത്. അധികം പുളിയില്ലാത്ത പൈനാപ്പിൾ വേണം എടുക്കാൻ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇതും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ പൈനാപ്പിൾ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട. ഈ ഷുഗറിൻ്റെ അകത്തുള്ളതും പൈനാപ്പിളിലെയും വെള്ളം തന്നെ ഉണ്ടാവും. വേറൊരു പാനിൽ നമുക്ക് പാൽ തിളപ്പിക്കാം. അതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. 5 ടേബിൾ സ്പൂൺ ഷുഗറിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിലേക്കുള്ള ജലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ജലാറ്റിൻ്റെ കട്ടയൊക്കെ മാറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജലാറ്റിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് എടുക്കാം. 1/2 ലിറ്റർ പാലിന് 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതിയാവും. ജലാറ്റിൻ ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിന് 2 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പാലിലേക്ക് പുഡിങ്ങിന് ഫ്ലേവറിനായിട്ട് ഞാൻ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്, 1 ടീസ്പൂൺ. എൻ്റെ അടുത്ത് പൈനാപ്പിൾ എസൻസ് ഇല്ലാത്ത കാരണമാണ് വാനില എസൻസ് ആഡ് ചെയ്തത്. പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുഡിങ്ങിന് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാം. പുഡിങ് നമുക്കിനി ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മേലെ ഞാൻ പാൽ ഒഴിക്കുകയാണ്. ഒരു അരിപ്പ വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. ജലാറ്റിൻ്റെ ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് അരിപ്പ വെച്ച് അരിച്ചൊഴിക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് മേലെയുള്ള ഈ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം. പുഡിങ് സെറ്റ് ആവാനായിട്ട് 5 മണിക്കൂർ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പുഡിങ് ഇപ്പം സെറ്റായിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പൈനാപ്പിളും കുറച്ച് നട്ട്സും ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പുഡിങ്ങിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുകയാണ്. ഈ പുഡിങ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി, നല്ലോണം സെറ്റായിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.